എല്ലായിടത്തും ജനങ്ങൾ ഒരു ഭരണമാറ്റത്തിന് വേണ്ടി തയ്യാറെടുത്ത് നിൽക്കുകയാണ്. ഇതുപോലെ ഒരു അനുകൂലമായ അവസ്ഥ അടുത്ത കാലത്തൊന്നും ഞാൻ ഒരു സംസ്ഥാനത്തും കണ്ടിട്ടില്ല. അപ്പൊ UDF ഗവൺമെന്റ് അധികാരത്തിൽ വരണമെന്നുള്ള ജനങ്ങളുടെ പ്രതീക്ഷയുടെ പ്രതിഫലനമാണ് ഓരോ നിയോജകമണ്ഡലങ്ങളിലും നമുക്ക് കാണാൻ സാധിക്കും. 10 വർഷത്തെ ഇടതുമുന്നണിയുടെ ദുർഭരണത്തിനെതിരായി ജനങ്ങൾ ചിന്തിക്കുന്നു, ജനങ്ങൾ ആഗ്രഹിക്കുന്നു ഒരു മാറ്റം. അപ്പോൾ അതുകൊണ്ട് ഒരു ഭരണമാറ്റത്തിന്റെ അന്തരീക്ഷം ഇവിടെ വളരെ ദൃശ്യമാണ്. ജനങ്ങൾ UDFന് അനുകൂലമായി വോട്ട് ചെയ്യാൻ തയ്യാറെടുത്ത് നിൽക്കുക. എന്ന് പറയുന്ന ഒരു പാഴ്വേലയാണ്. ഒരു കാരണം ജനങ്ങൾ അംഗീകരിക്കാത്ത ഒന്നാണ്. സർക്കാരിന്റെ പ്രോഗ്രസ് കാർഡ് അംഗീകരിച്ചിരുന്നെങ്കിൽ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും ഉപതെരഞ്ഞെടുപ്പിലും ഒക്കെ സർക്കാരിന്റെ പക്ഷം ജയിക്കുമായിരുന്നല്ലോ. അപ്പൊ കേരളത്തിൽ തകർന്നടിഞ്ഞ ഒരു ഭരണമാണ്. ജനങ്ങൾ തിരസ്കരിച്ച ഒരു ഗവൺമെന്റാണ്. ഈ 3 തെരഞ്ഞെടുപ്പിലും ജനങ്ങൾ തിരസ്കരിച്ച ഒരു ഗവൺമെന്റാണിത്. തന്നെയുമല്ല, സാധാരണ ജനങ്ങളുടെ ജീവിതത്തിൽ മാറ്റം വരുത്താൻ ഒന്നും ചെയ്യാത്തൊരു ഗവൺമെന്റാണ്. അപ്പം ഭരണവിരുദ്ധ വികാരം വളരെ ശക്തമാണ്. ജനങ്ങൾ അതിന് മാറ്റം ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ടാണ് ഈ പ്രോഗ്രസ് കാർഡിനെ ആരും അംഗീകരിക്കാത്തത്. തന്നെയുമല്ല, മലയോര കർഷകരോട് ഏറ്റവും വലിയ അനീതിയാണ് ഈ ഗവൺമെന്റ് കാണിച്ചത്, ഇടതുമുന്നണി കാണിക്കുന്നത്. പ്രകടന പത്രികയിൽ ബഫർ സോൺ, വനാതിർത്തിയിൽ ബഫർ സോൺ കണ്ടെത്തുമെന്നുള്ള ഏറ്റവും വലിയ ഗുരുതരമായ ഒരു കാര്യമാണ് മാനിഫെസ്റ്റോയിൽ എഴുതി ചേർത്തിരുന്നത്. ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി മാനിഫെസ്റ്റോ പ്രസിദ്ധീകരിച്ചിട്ട് പിന്നെ തിരുത്തിയതായി ഞാൻ കേട്ടിട്ടില്ല. ഇപ്പൊ തിരുത്തുന്നത് ജനരോഷത്തെ ഭയന്നാണ്. മലയോര കർഷകരെ ദ്രോഹിക്കുന്ന നിലപാട് മാനിഫെസ്റ്റോയിൽ എഴുതി വെച്ചിട്ട് പിന്നീട് ഞങ്ങളത് തിരുത്തുമെന്ന് പറഞ്ഞ ആരെ പറ്റിക്കാനാണ്? നിയമസഭയിലും ഇവർക്ക് ഇത് തന്നെയായിരുന്നു ആഗ്രഹം. വനാതിർത്തിയുമായി ബന്ധപ്പെട്ട ബഫർ സോൺ, ഇത് തമിഴ്നാട്ടിലാണെങ്കിൽ വനാതിർത്തി തന്നെയാണ് അതിർത്തിയായി കണക്കാക്കപ്പെട്ടത്. ഒരു ബഫർ സോൺ കൊടുത്തില്ല, 0 ബഫർ സോൺ ആണ് കൊടുത്തത്. കേരള ഗവൺമെന്റ് ആണ് വനാതിർത്തിയിൽ നിന്ന് ബഫർ സോൺ കൊടുത്തത്. അന്ന് ഞങ്ങൾ പ്രശ്നമുണ്ടാക്കിയപ്പോഴാണ്, പ്രതിപക്ഷം ശക്തമായി എതിർത്തപ്പോഴാണ് അത് മാറ്റിയത്. വീണ്ടും വനാതിർത്തിയിൽ ബഫർ സോൺ വെക്കുക എന്ന് പറഞ്ഞാൽ അത് മലയോര കർഷകരുടെ കഴുത്തിൽ കത്തിവെക്കുകയാണ്. ഇതാണ് അവരുടെ ലക്ഷ്യമെന്ന് അവരുടെ മാനിഫെസ്റ്റോയിൽ എഴുതി വെച്ചു. എന്നിട്ട് ഇപ്പൊ പറയും ഞങ്ങൾ 3 പാരഗ്രാഫ് തിരുത്തുകയാണ്. അപ്പൊ കേരളത്തിലെ മുഖ്യമന്ത്രി ഇതൊന്നും വായിക്കാതെയാണോ ഈ മാനിഫെസ്റ്റോ പ്രസിദ്ധീകരിച്ചത്? ആളുകളെ കളിപ്പിക്കുന്നതിന് ഒരു വലിയ ഒരു പരിധിയുണ്ട്. ആ മലയോര കർഷകർ അതുകൊണ്ട് തന്നെ ഇവരുടെ ഉദ്ദേശ ശുദ്ധിയിൽ അവർക്ക് സംശയമുണ്ട്. അവർ ഒറ്റക്കെട്ടായി തന്നെ ഈ സർക്കാരിനെതിരായി വിധിയെടുത്തതാണ്. വളരെ ദൗർഭാഗ്യകരമായ സംഭവമാണ്. ഒരു പാർട്ടി ഓഫീസിൽ പോയി കർഷകൻ ആത്മഹത്യ ചെയ്യേണ്ട ഗതികേട് കേരളത്തിൽ ഉണ്ടായിരിക്കുകയാണ്. അത് അദ്ദേഹം രൂക്ഷമായി വിമർശിച്ചു എന്നാണല്ലോ ഇപ്പൊ നിങ്ങൾ പറഞ്ഞത്. അത് ശരിയാണെങ്കിൽ തീർച്ചയായിട്ടും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മാപ്പ് പറയുകയാണ് വേണ്ടത്. അദ്ദേഹത്തിന് നേരിട്ട ഒരാൾ ആത്മഹത്യ ചെയ്യുകയാണ്. അത്രമാത്രം മാനസിക സംഘർഷം ആ വ്യക്തിക്കുണ്ടാകും. CPI ഓഫീസിൽ പോയി ആത്മഹത്യ ചെയ്യുകയാണ്. CPI എന്ന് പറയുന്ന പാർട്ടിയാണല്ലോ കൃഷി വകുപ്പ് ഭരിക്കുന്നത്. അപ്പൊ അവരുടെ ഓഫീസിൽ പോയൊരു കർഷകൻ ആത്മഹത്യ ചെയ്യണമെങ്കിൽ ആ കൃഷിമന്ത്രിക്ക് മന്ത്രിയായി തുടരാൻ അവകാശമില്ല. തന്നെയുമല്ല, ഈ ഗവൺമെന്റ് എതിരായിട്ടുള്ള ഏറ്റവും ശക്തമായ പ്രതിഷേധമാണ് വൈക്കത്തുണ്ടായിട്ടുള്ളത്. വളരെ ദൗർഭാഗ്യകരമായി പോയി, വേദനാജനകമായി പോയി. അതുണ്ടാകാൻ പാടില്ലാത്തതായിരുന്നു. ഈ MM വിജയന്റെ വിഷയം കൊട്ടിക്കലാശത്തിന്റെ അമ്മയെന്ന് ഉയർത്തിക്കൊണ്ടുവരാനുള്ള ശ്രമം നടക്കുന്നുണ്ടല്ലോ വിജയന്റെ MM വിജയന്റെ വയനാട് അതെന്താ പ്രശ്നം? അവർക്കെല്ലാം പൈസ കൊടുത്ത് തീർത്തല്ലേ? ഇനി അവരുമായിട്ടുള്ള എല്ലാ ഇടപാടും തീർത്താണല്ലോ പാർട്ടി. പിന്നെന്താണ്? അതപ്പോ സ്ഥാനാർത്ഥി അതൊക്കെ വെറുതെ തെരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ടുള്ള ഏർപ്പാടാണ്. അതൊന്നും നടക്കില്ല. IC വൻ ഭൂരിപക്ഷത്തിന് ജയിക്കും. അവർക്ക് കൊടുക്കേണ്ട എല്ലാ കാര്യവും പാർട്ടി കൊടുത്ത് എല്ലാ അവസാനം ഞാൻ തന്നെ അവിടെ അവരുടെ കടമുണ്ടായിരുന്നു, ബാങ്കിൽ നിന്നെടുത്ത് അതുവരെ സ്വകാര്യ ബാങ്കുകാരോട് സംസാരിച്ച് അതുവരെ തീർത്തു. പാർട്ടി അവർക്ക് മുഴുവൻ പണവും കൊടുത്തു, എല്ലാ കാര്യങ്ങളും സംരക്ഷിച്ചു. ഇനി എന്ത് വേണം? എന്ത് അങ്ങനെ അവരോടാണോ ഉറപ്പ് നൽകുന്നത്? പ്രിയങ്ക ഗാന്ധി അവരോടാണോ പറയുന്നത്? അതൊക്കെ വളരെ കൂടിയ കാര്യമാണ്. അതൊന്നും ചെയ്യാൻ പാടില്ല. അവർക്ക് കൊടുക്കേണ്ട അവരുടെ എല്ലാ ബാധ്യതയും പാർട്ടി തീർത്തു.
ഇനി ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞാൽ ജനങ്ങളത് തള്ളിക്കളെ. അത് അവരല്ലോ തീരുമാനിക്കുന്നത്. നമ്മുടെ പാർട്ടിയല്ലേ ആർക്ക് സ്ഥാനാർത്ഥിത്വം കൊടുക്കുന്നത്. IC ബാലകൃഷ്ണൻ ഇതുകൊണ്ടൊന്നും ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അതിന്റെ പിന്നിൽ ആരാന്ന് ഞങ്ങൾക്കറിയാം. അതിന്റെ പിന്നിൽ ഇടതു മുന്നണിയാണെന്ന് ഞങ്ങൾക്കറിയാം. അതൊന്നും ജയിക്കാൻ പോകുന്നില്ല. IC നല്ല ഭൂരിപക്ഷത്തിൽ ജയിക്കും. മുഖ്യമന്ത്രി എന്തോ പറഞ്ഞു, ചെറ്റെന്ന് പറഞ്ഞ് വിളിച്ചില്ല. ഏതായാലും ആരും ചെറ്റെന്നൊന്നും അദ്ദേഹം വിളിച്ചില്ലല്ലോ. ഏറ്റവും മോശമായ കേരളത്തിന്റെ മുഖ്യമന്ത്രി അദ്ദേഹത്തെ ചെറ്റെന്ന് വിളിച്ചു. അത്ര മോശമായിട്ടൊന്നും അദ്ദേഹം മുല്ലപ്പൂ ചൂടുന്നതും തുളസിപ്പൂ ഇടുന്നതൊന്നും അത് മോശമായ പരാമർശമൊന്നും അല്ലല്ലോ. അപ്പം വളരെ ബോധപൂർവമായി സുധാകരനെ അപമാനിക്കാൻ മുഖ്യമന്ത്രിയും ഇടതു മുന്നണിയും ശ്രമിക്കുകയാണ്. ഇന്നലെ 2 സംസ്ഥാന മന്ത്രി തന്നെ അദ്ദേഹത്തെ വളരെ മോശമായി അപമാനിക്കുകയുണ്ടായി. പാർട്ടി സെക്രട്ടറി അപമാനിക്കുകയുണ്ടായി. സുധാകരൻ ജയിക്കുമെന്ന് കാണുമ്പോൾ അദ്ദേഹത്തെ അപമാനിക്കാൻ വളരെ ബോധപൂർവമായ നീക്കമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതൊന്നും കേരളത്തിൽ ചെലവാകാൻ പോകുന്നില്ല. അമ്പലപ്പുഴയിൽ അദ്ദേഹം വൻഭൂരിപക്ഷത്തോടെ ജയിക്കാൻ പോവുകയാണ്. അതിലുള്ള അസ്വസ്ഥതയാണ് CPM-നുള്ളത്. വേറെ ഒന്നും പറയാനില്ലാത്തതുകൊണ്ടാണ് KPCC പ്രസിഡന്റ് വളരെ വ്യക്തമായി തന്നെ ആ കാര്യം സൂചിപ്പിക്കുകയുണ്ടായി. ഞങ്ങൾ പിരിച്ച പണം എത്ര, അതിന് ഭൂമിയെ വാങ്ങിച്ചത് എത്ര രൂപ, ഇനി കെട്ടിടം നിർമ്മിക്കാനുള്ള കാര്യങ്ങൾ ഞങ്ങൾ ആലോചിക്കും. സമയബന്ധിതമായി തന്നെ ചൂരൽമലയിലെ ആളുകൾക്ക് ഞങ്ങൾ പ്രോമിസ് ചെയ്ത, ഞങ്ങൾ വാഗ്ദാനം കൊടുത്ത വീടുകളുടെ നിർമ്മാണം ഉണ്ടാകും. ഇതെല്ലാം വളരെ വ്യക്തമായി പറയുന്നു. ഇത് തെരഞ്ഞെടുപ്പിൽ മറ്റൊന്നുമില്ലാത്തതുകൊണ്ടാണ് ഇടതു മുന്നണിയും മുഖ്യമന്ത്രിയും ഇതെല്ലാം പറയുന്നത്. ഇത്രയും നാളായിട്ട് ഇതര വീട് വെച്ച് കൊടുത്തിട്ടില്ല ഇടതു മുന്നണി. ഇനി വിഷു കഴിയട്ടെന്നാണ് പറയുന്നത്. അത് കഴിഞ്ഞാൽ ഞാറ്റുവേല കഴിയട്ടെന്ന് പറയുമെന്ന് എനിക്കറിയില്ല. ഇതാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ പരാജയം ഉറപ്പായതുകൊണ്ട് അനാവശ്യമായ വിവാദങ്ങൾ ഉയർത്താനാണ് മുഖ്യമന്ത്രി ശ്രമിക്കുന്നത്. അത് വിജയിക്കാൻ പോകുന്നില്ല. അല്ല, അത് മാത്യു കൊല്ലനാണ് പറഞ്ഞത് ശരിയല്ലേ? ഇത് ഏറ്റവും ആദ്യം പറഞ്ഞ ഞാനല്ലേ? പ്രളയം മനുഷ്യനിർമ്മിതമാണെന്ന് കോടതി അമിക്കസ് ക്യൂറി തന്നെ റിപ്പോർട്ട് കൊടുത്തിട്ടുള്ളതാണ്. എല്ലാ ഡാമുകളും ഒരുമിച്ച് തുറന്നു വിട്ട പിന്നെ പ്രളയമല്ല, പിന്നെ എന്താ ഉണ്ടാകുന്നത്? അല്ല, ഞാനിപ്പോ അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. നമ്മുടെ സംസ്ഥാനത്ത് ആ പ്രളയം മനുഷ്യനിർമ്മിതം തന്നെയായിരുന്നു. അന്ന് അത് ഏറ്റവും കൂടുതൽ നിയമസഭയ്ക്കകത്തും പുറത്തും പറഞ്ഞ ഒരാൾ ഞാനാണ്. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ അമിക്കസ് ക്യൂറിയെ വെച്ചു. അമിക്കസ് ക്യൂറിയുടെ റിപ്പോർട്ടിനകത്ത് അത് വ്യക്തമായി പറയുന്നുണ്ട്. കേരളത്തെ പ്രളയത്തിൽ മുക്കിയതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം പിണറായി വിജയൻ ഗവൺമെന്റിനാണ്. അത് ജനങ്ങൾക്ക് ബോധ്യമുള്ള കാര്യമാണ്. അപ്പൊ അതിന് ശേഷമാണല്ലോ ഇപ്പൊ ഈ വാണിങ്ങും ജലം കുറച്ചുകൊണ്ട് വരികയൊക്കെ നടപടി പിന്നീടല്ലേ ആരംഭിക്കുന്നത്. കഴിഞ്ഞ പ്രളയത്തിന് ശേഷമാണല്ലോ വാണിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വീണ്ടും ഗവൺമെന്റ് നടപ്പാക്കാൻ തുടങ്ങിയത്. അന്ന് ഒറ്റയടിക്ക് ഇടുക്കിയിലെ മുഴുവൻ ഡാമുകളും തുറന്നു വിട്ടപ്പോഴാണ്, ഇടുക്കിയിലെയും പത്തനംതിട്ടയിലെയും ഡാമുകൾ തുറന്നു വിട്ടപ്പോഴാണ് ഇവിടെ പ്രളയം ഉണ്ടായത്. സത്യമാണ്. പ്രളയത്തിന് കാരണം ഡാമുകൂടി എന്നാണ് അല്ല അതെല്ലാം നമ്മളന്ന് ചർച്ച ചെയ്ത വിഷയങ്ങൾ. ഇന്നലെ അമിത്ഷാ വന്നു, നല്ല മഴയൊക്കെ ഉണ്ടായിരുന്നു. അല്ല, ഇവിടെ മത്സരമുണ്ട്. 3 കക്ഷികളും മത്സരിക്കുകയാണ്. ഹരിപ്പാട്ടെ ജനങ്ങൾക്ക് എന്ത് ചെയ്യണമെന്ന് അവർക്കറിയാം. ഞാൻ വളരെ വിനയപൂർവ്വം ഈ നാട്ടിലെ ജനങ്ങളെ സമീപിക്കുന്ന ഒരാളാണ്. ജനങ്ങൾക്ക് എന്നെ അറിയാം. അപ്പം ജനങ്ങളുടെ പൂർണ്ണ പിന്തുണ എനിക്ക് ലഭിക്കുമെന്നുള്ള വിശ്വാസമാണ് എനിക്കുള്ളത്. അമിത്ഷാ അല്ല, നരേന്ദ്രമോദി വന്നാലും ഹരിപ്പാട്ടെ ജനങ്ങൾക്ക് വസ്തുത അറിയാം. അവരെന്നെ ജയിപ്പിക്കുമെന്നുള്ള പൂർണ്ണ വിശ്വാസമാണ് എനിക്കുള്ളത്.